ഭാര്യയെ വ്യഭിചരിക്കണം, അയൽക്കാരനെ ഉപദ്രവിക്കണം എന്ന് പറയുന്ന സൂചനയെങ്കിലും കാട്ടിത്തരാമോ? പരിശുദ്ധ ഖുർആൻ എത്ര മനോഹരം! മറ്റുള്ളവരുടെ മുഴുവൻ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കണം, അർഹമായത് പൂർണ്ണമായിട്ടും അനുവദിച്ചു കൊടുക്കണം, ആരുടെയും സ്വാതന്ത്ര്യം ഹിംസിക്കരുതെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ ഈ മതങ്ങൾക്ക് എവിടെയാണ് അടിസ്ഥാനപരമായി വ്യത്യാസമുള്ളത്? യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ അമുസ്ലിം സഹോദരങ്ങളെ, ലാ തഅബുദു മാ തഅബുദൂൻ, നിങ്ങളുടെ ആരാധ്യൻ വേറെ, എൻ്റെ ആരാധ്യൻ വേറെ, നാം രണ്ടും വിളിക്കുന്ന പേരുകൾ വേറെ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളുടെ ആരാധനാ രീതികൾ വേറെ, എൻ്റെ ആരാധനാ രീതികളും കർമ്മങ്ങളും വേറെ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലിയ ദീനി, എനിക്ക് എൻ്റെ മതം. നാം തമ്മിൽ സംഘട്ടനം വേണ്ട, നാം തമ്മിൽ കലാപം വേണ്ട, നാം തമ്മിൽ ഒരിക്കലും പരസ്പരം വഴക്കുണ്ടാക്കരുത്, സ്നേഹത്തോടെ കഴിയണമെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ. ഒരൊറ്റ ദൈവം, ഒരൊറ്റ മതം, മനുഷ്യൻ്റെ മുഴുവൻ അടിസ്ഥാനമൊന്ന്. നാം എല്ലാം ഒറ്റ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിക്കപ്പെട്ട് വിശദീകരിക്കുന്നില്ല. എൻ്റെ ബ്ലഡ് ഒരുപക്ഷെ ഫാദറിന് പാകമാകും, ഫാദറിൻ്റെ ബ്ലഡ് സ്വാമിക്ക് ഒരു കുഴപ്പവുമില്ല. ഗ്രൂപ്പ് കറക്റ്റാണെങ്കിൽ ഒരു വ്യത്യാസവുമില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ബ്ലഡിലോ ഹൃദയത്തിലോ കിഡ്നിയിലോ ഒരു കുഴപ്പവുമില്ല. എല്ലാ അവയവങ്ങളും പരസ്പരം മാറിവെക്കാവുന്ന തരത്തിൽ ജഗദീശ്വരൻ